വിവാഹങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അനുഗ്രഹത്തോടെ നടത്താൻ പോകുന്നത്. കിങ്ങിണിക്കരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മിശ്രവിവാഹം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നത്. ഇത്ര മംഗളമായി ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ കസ്തൂർബ മഹിളാ സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ഈ ഒരു ആശയം പ്രാവർത്തികമാക്കുന്നതിലേക്ക് സമാജത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി തങ്കമണി കുഞ്ഞമ്മ എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും വൻമതിലുകൾ തകർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാറ്റത്തിന്റെ ശംഖുലി നാം കേൾക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ഒഴിമാറി തന്നെ പ്ലീസ്. ഒരു സംശയമുണ്ട്. 3 വിവാഹമേ ഒരു സമയത്ത് നടത്തുള്ളൂ എന്ന് സമാജത്തിനുള്ള നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. എത്ര വേണമെങ്കിലും നടത്താമല്ലോ. നടത്തണം. അതിനുള്ള ആരംഭമാണല്ലോ ഇത്. അങ്ങനാണെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് മിശ്ര വിവാഹത്തിന് ഒരു അപേക്ഷയുണ്ട്. വരൂ വരൂ. അങ്ങനെ ഓരോരുത്തരായി വരണം. നിങ്ങളാണോ വിവാഹം കഴിക്കാൻ പോണത്? അല്ല, എനിക്കതിനുള്ള പ്രായമായിട്ടില്ല. എന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ്. സുഹൃത്തിനെ വിളിക്കൂ. ജോയ്. ജോയോ? ആള് കൊള്ളാലോ. നിങ്ങളെപ്പോലെ പഠിപ്പുള്ളവര് ഇത്തരം കാര്യങ്ങൾ അറച്ചു വന്നാൽ എങ്ങനെയാ? ആരാ കുട്ടി? അല്ല, ജോയിയുടെ വീട്ടുകാരാണോ ഇതിനെതിരെ? ജോയിയുടെ വീട്ടുകാരുടെ എതിർപ്പ് ഒരു പ്രശ്നമല്ല. പക്ഷെ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പാണ്. പ്രായമായ സ്ത്രീകളല്ലേ, അത്രക്കൊക്കെ വിവരം കാണൂ. നാം വേണം മാറ്റത്തിന്റെ ശംഖുലി അവരെ കേൾപ്പിക്കാൻ. വിളിക്കൂ, ഞാൻ സംസാരിക്കാം. വിളിച്ചിട്ട് വരൂ ജോയി, നാണിക്കാതെ. മിസ്റ്റർ അനാഥൻ, നിങ്ങളെപ്പറ്റി എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ഇപ്പോഴെനിക്ക് മനസ്സിലായി നിങ്ങൾ പുരോഗമന ചിന്താഗതിയുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന്. താങ്ക് യു വെരി മച്ച്. അയ്യോ, അത് മഹേശ്വരിയുടെ മോളല്ലേ? എന്റെ പൊന്നുനാത്തനെ എന്നെ കൊണ്ട് വയ്യ. എന്റെ മോളനെ ഒരു നസ്രാനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന് വെച്ചാൽ അയ്യോ, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ചിന്തിച്ചേ പറ്റൂ. ജാതിയുടെയും മതത്തിന്റെയും വൻമതിലുകൾ തകർത്തതാണവർ. മാറ്റത്തിന്റെ ശംഖുലി അത് കേട്ടതാണവർ. അവരങ്ങനെ തകർക്കണമെന്നും കേൾക്കണമെന്നൊക്കെ അല്ലേ നേരത്തെ താഴെ പ്രസംഗിച്ചത്? എടാ മഹാഭാവി. അല്ല അല്ല, എന്തിനാ ഈ മരണപ്രാളം? നിങ്ങളുടെ മനസ്സിൽ പുരോഗമനപരമായ ആശയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അതൊന്നും അറിയാത്ത പാവപ്പെട്ടവന്റെ പിടരെ കെട്ടിവെക്കും അല്ലേ? നിങ്ങളൊന്ന് അങ്ങോട്ട് പോണം. എന്താ വേണ്ടത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കട്ടെ. അത് 5 മിനിറ്റ് മുമ്പ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മാറ്റത്തിന്റെ ശംഖുലി ആദ്യം നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് ആ പാവങ്ങളെ കേൾപ്പിക്കാം. ഞങ്ങൾ തടെ കാത്തിരിക്കും. റൈറ്റ്? നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല മഹേശ്വരി. 1 ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ വയ്യാതെ നമ്മൾ പെട്ടിരിക്കുകയാണ്. നോക്കൂ, ഈ കല്യാണം നടന്നു തന്നെ ആവണം. എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. താങ്ങാവുന്നതിലേറെ സന്തോഷം ഉണ്ടായാൽ ഈ പ്രയാസം ഉണ്ടാകുമെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. എന്റെ മോള് കൂടി മാറ്റത്തിന്റെ ശംഖുലി കേട്ടിരിക്കുന്നു. ജോയിയോൾ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും നാൾ എന്നോടൊപ്പം കഴിഞ്ഞ എന്റെ മോളു എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ.
ഏതൊരമ്മയും മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ മോളും ജോയും തമ്മിലുള്ള വിവാഹം നടത്തിക്കൊണ്ട് ഞാൻ ഈ മിശ്ര വിവാഹ മേള ഉദ്ഘാടനം ചെയ്യുന്നു. എന്നാലും എന്റെ നാത്തൂന് അവളിത് ചെയ്തല്ലോ, അവളിത് എന്നോട് ചെയ്തല്ലോ. സമാധാനമായിരിക്കും ഐശ്വര്യ. വെറുതെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? ഞാൻ എന്തെല്ലാം മനസ്സിൽ കരുതി വളർത്തിയത് എന്റെ മോളിനെന്നറിയാവോ? അവിടെയാ തെറ്റുപറ്റിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അമ്മമാർക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ പിള്ളേരാ, അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ചേ മതിയാവും. എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ നാത്തൂനെ. അന്ന് നമ്മൾ പറഞ്ഞ പോലെ രാജപ്പനെ കൊണ്ട് ബന്ധുവിനെ കല്യാണം കഴിപ്പിച്ചാൽ മതിയായിരുന്നു. 24 മണിക്കൂർ നാട് നന്നാക്കാൻ ഇറങ്ങി ഞാൻ എന്റെ വീട് നന്നാക്കാൻ മറന്നല്ലോ. അല്ല മഹേശ്വരി, ബിന്ദുവിനും ജോയ്ക്കും വേണ്ടി ഓമനക്കുട്ടന്റെ കൂടെയുള്ള അധികപ്പറ്റുണ്ടല്ലോ. അനാഥൻ. ആ, അവൻ സംസാരിക്കേണ്ട ആവശ്യം എന്താ? ഇവരെങ്ങനെ അവന്റെ കയ്യിൽ ചെന്ന് പെട്ടു? അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആവേശം എന്റെ തറവാടിന്റെ അസ്ഥിവാരം തോണ്ടാൻ വേണ്ടി നമ്മളോട് ശത്രുതയുള്ള ആരോ കാശ് കൊടുത്ത് അവനെ പറഞ്ഞയച്ചിരിക്കുക. ഇത്ര ആൾക്കാർ നോക്കി നിൽക്കുമ്പോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്റെ പൊന്നു നാത്തൂനെ?